ഹായ് ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവരും എന്ത് പറയുന്നു? ഞങ്ങളിവിടെ നാട്ടിൽ ക്രിസ്മസിന് വന്നേക്കാണ്. അപ്പോൾ ക്രിസ്മസിന് മുമ്പ് ഞാനൊരു ഹെയർ മേക്ക് ഓവർ ചെയ്യാമെന്ന് വിചാരിച്ചു. ഹെയർ എന്തായാലും കട്ട് ചെയ്യാറായി, നല്ല വൃത്തികേടായിട്ടാണ് കിടക്കുന്നത്. അപ്പോൾ ഹെയർ കട്ടും ഒരു ഹെയർ കളറിംഗ് ഒക്കെ ചെയ്യാമെന്നാണ് പ്ലാൻ. അപ്പോൾ ഞങ്ങൾ എന്തായാലും എറണാകുളത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പോയിൻമെൻറ്റ് എടുത്തത് 9:30-ക്കാണ്, സമയം 9:45. നമുക്കൊരു 10 മണി 10:15 എത്താൻ ശ്രമിക്കാം. അപ്പം ഞാൻ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് ഷൂട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് സ്റ്റോപ്പ് നമുക്ക് സലൂണിലാണ്, ഹെയർ മേക്ക് ഓവർ ആണ്. ആൻഡ് ദെൻ മൂവിയും ഒക്കെ ഉണ്ട്, എല്ലാത്തിനും സമയത്ത് എത്തുമെന്ന് വിചാരിക്കുന്നു. സോ യാ, അപ്പം നമുക്കിനി നേരെ സലൂണിലെത്തിയിട്ട് കാണാം. അങ്ങനെ ഞാനും രാജീവും സമയത്തെത്തി. ഞങ്ങൾ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് എന്ത് വേണം എന്ന് ഫിക്സ് ചെയ്തതിന് ശേഷം നേരത്തെ ഫസ്റ്റ് പ്രോസസ്സായ ഹെയർ വാഷ് ചെയ്യാൻ വേണ്ടി ഞാനിത് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഹെയർ വാഷ് ചെയ്തു. ലേറ്റായി വന്നുകൊണ്ട് ഞാൻ പെട്ടെന്ന് കയറിയിരുന്നതാ, പുറത്തെ ഒന്നും കാണിക്കാൻ പറ്റിയില്ല. ഇത് കാക്കനാടുള്ള മോസ് ഹെയർ ബൈ രാജീവാണ് കേട്ടോ. ഞാൻ ഇറങ്ങിക്കഴിയുമ്പോൾ ക്ലിപ്പ് ഇട്ടേക്കാം. എനിക്ക് തോന്നുന്നു കുറേ പേർക്ക് ഓൾറെഡി അറിയായിരിക്കും. യാ, സോ പിന്നെ ഹെയർ വാഷ് ചെയ്തിട്ട് ഹെയർ കട്ട് തുടങ്ങും. അങ്ങനെ ഇതേ ഹെയർ കട്ടിനുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി കേട്ടോ. ആദ്യം ഈ ഒരു പുള്ളി വന്നിട്ട് ഹെയറൊക്കെ ഒന്ന് കോംബ് ചെയ്ത് സെറ്റ് ചെയ്യുമായിരുന്നു. അപ്പോൾ പിന്നെ രാജീവിനെ പെട്ടെന്ന് വന്ന് കട്ട് ചെയ്യാൻ ഈസി ആയിരിക്കുമല്ലോ. അങ്ങനെ രാജീവ് വന്നു ഹെയർ കട്ട് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ലെങ്ത് ഇപ്രാവശ്യം കുറയ്ക്കേണ്ടെന്നായിരുന്നു, പക്ഷേ ഫ്രണ്ടിൽ കുറച്ചും കൂടി ലെയേഴ്സ് വേണം. അപ്പോൾ രാജീവിനെ നേരത്തെ നമ്മൾ ബുക്ക് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമുക്ക് കിട്ടാൻ ഭയങ്കര പാടാണ്. ഞാൻ നേരത്തെ അപ്പോയിൻമെൻ്റ് എടുത്താണ്. പിന്നെ ഇതേ പുള്ളി ഹെയറൊക്കെ ഡ്രൈ ചെയ്ത് സെറ്റാക്കുന്നു. ഹെയർ കട്ട് കഴിഞ്ഞു. ഭയങ്കര ഷോർട്ടാക്കിയിട്ടുണ്ട്. എന്നുവെച്ചാൽ ഫ്രണ്ടിൽ ഒത്തിരി ലെയർ വെട്ടി സെറ്റ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഭംഗി മനസ്സിലാവും. ഇനി ഹെയർ കളർ ചൂസ് ചെയ്യട്ടെ. പെട്ടെന്ന് തീർന്നു കേട്ടോ ഹെയർ കട്ട്. ആക്ച്വലി സോ ഫാസ്റ്റ് ആൻഡ് എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്. കളർ ചെയ്തിട്ട് സെറ്റ് ചെയ്തിട്ട് നോക്കാം. കളർ ചെയ്യാൻ തുടങ്ങി. ഹായ്, നമ്മൾ കളർ ചെയ്യാൻ പോവാണ്. യാ, കളർ ചെയ്തിട്ട് നോക്കാം. വേറെ കസ്റ്റമർ വന്നുകൊണ്ട് എന്നോട് ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. പറ്റിയ ഇതെപ്പോൾ തീരുമെന്ന് ചോദിച്ചുകൊണ്ട് പോസ്റ്റ് അടിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ ശരത്ത് അവിടെ. നമുക്കെല്ലാം അറിയൂ ഇതിനിയും കുറേ ഉണ്ടെന്ന്. അവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ഇതാണ് സ്റ്റോർ. മെൻസിൻ്റെയും സർവീസ് ഉണ്ട് കേട്ടോ. ഷോർട്ടായി പോയ ഹെയർ ഒത്തിരി. ഞാൻ ലോങ് ആക്കാന്ന് വെച്ചാൽ ഷോർട്ടായി പോയ ഹെയർ ഒത്തിരി. എനിക്കാണെങ്കിൽ അവിടെ ഇരുന്ന് ഉറക്കം വരാൻ തുടങ്ങിയായിരുന്നു. അവസാനം നമ്മൾ ഹെയർ വീണ്ടും വാഷൊക്കെ ചെയ്തു. ഇനി ഇതേ അങ്ങ് സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഹെയർ കളറിൻ്റെ ഭംഗി അങ്ങ് വരും. അപ്പോൾ ഞാൻ ഇപ്രാവശ്യം സാധാരണ ചെയ്യുന്ന കളറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് കുറച്ച് ബ്രൈറ്റ് കളറാണ് എടുത്തേക്കുന്നത്. സോ അറിയില്ല എങ്ങനെ ഇരിക്കുന്നു. പുള്ളി അങ്ങനെ കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞങ്ങൾക്കാണെങ്കിൽ ഫിലിമിനും പോകണം. അപ്പോൾ കുറച്ച് ഫാസ്റ്റ് ആക്കുമെന്ന് ചോദിച്ചപ്പോഴേക്കും പിന്നെ രാജീവും കൂടി വന്നിട്ട് പെട്ടെന്ന് ചെയ്യുവാണ്. ആൻഡ് ഞാനാണെങ്കിൽ ഇതൊന്ന് തീർന്നിട്ട് വേണം എന്തെങ്കിലും കഴിക്കാമെന്നും പറഞ്ഞ് വിശന്നിരിക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ ഇതേ പെട്ടെന്ന് സെറ്റിങ്ങൊക്കെ കഴിഞ്ഞു. ആൻഡ് ദ മൊമെൻറ്റ് ഓഫ് റിവീൽ. എനിക്കിത് ഫ്രണ്ടിൽ വെട്ടിയതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. കളർ എനിക്ക് അറിഞ്ഞൂടെ എത്രത്തോളം വീഡിയോയിൽ കാണുന്നുണ്ട് നിങ്ങളിപ്പോന്ന്. അതെ, ഇപ്പോൾ വരും ഗൈസ്, വെയിറ്റ് ചെയ്യൂ. ഇനി ഇതൊക്കെ ഒന്ന് മാറ്റി പുള്ളി ഒന്ന് സെറ്റ് ചെയ്തിടട്ടെ. അല്ലെങ്കിലും നമ്മൾ സലൂണിൽ നിന്ന് സെറ്റ് ചെയ്തിടുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ നെക്സ്റ്റ് ഹെയർ വാഷ് കഴിഞ്ഞ് അതിൻ്റെ മൊത്തം ഭംഗിയും പോകുമെന്ന് പറയുന്ന പോലെ. പിന്നെ നമ്മൾ സെറ്റ് ചെയ്തിടണം, അത് വേറൊരു കാര്യം. അങ്ങനെ അതെ, ഇതാണ് ഫുൾ ഫൈനലായിട്ട് വന്നേക്കുന്ന ലുക്ക് ഗൈസ്. ഇതാണ് കളറ്. അറിയില്ല, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യൂ കേട്ടോ. അപ്പോൾ ഇനി പിന്നെ കുറച്ച് ഷോ ആവണമല്ലോ നമ്മൾ ഹെയർ കട്ടൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ. അങ്ങനത്തെ ഒരു ഭാഗമാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അപ്പോൾ ഇതാണ് സ്റ്റോറിൻ്റെ പേര്. ഹായ്, അപ്പോൾ ഇതേ ഹെയർ കട്ട് കഴിഞ്ഞു ഗൈസ്. ഇങ്ങനെയാണ് വന്നേക്കുന്നത്. ഞാൻ വീഡിയോ ആഡ് ചെയ്തിട്ടുണ്ട് വേറെ. സോ ഇതാണ് കട, മോസ് ഹെയർ ബൈ രാജീവ്, കാക്കനാടാണ്. സോ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കളറിങ്ങും ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തത്. സാധാരണ എപ്പോഴും ബ്രൗൺ ഒക്കെയാണ് കൊടുക്കാറ്. ഇപ്രാവശ്യം റെഡ് മെറൂൺ മിക്സാണ് ചെയ്തത്. നമുക്ക് വേഗം പോവാം, സിനിമ തുടങ്ങാറായി. വേഗം പോട്ടെ. സോ ദിസ് ഈസ് ദ ഷോപ്പ്. ഓക്കെ,
അപ്പോൾ നമ്മൾ സമയമില്ലാത്തതുകൊണ്ടും വിശന്നിരിക്കുന്നത് കൊണ്ടും വണ്ടിയിൽ നിന്ന് തന്നെ അൽത്താസയിലെ ഷവർമ മേടിച്ചു, അത് കഴിക്കുകയാണ്. എന്നിട്ട് നേരെ സിനിമയ്ക്ക് 2:30 നമ്മൾ എത്തുള്ളൂ. ഫോറം മോളിലാണ്. അപ്പോൾ പെട്ടെന്ന് ഇത് കഴിച്ചിട്ട് പോവാം. Security detail reporting for duty, Your Grace. Your Highness, ruler of all four-legged creatures. അങ്ങനെ നമ്മൾ മുഫാസ കണ്ടു. ആൻഡ് പിന്നെ ഫോറത്തിലൊന്നും നിന്നില്ല കേട്ടോ, നേരെ വേഗം ഇറങ്ങി. നമ്മൾ അടുത്തൊരു കടയിലേക്ക് പോവാണ്. അവിടെ ചെന്നിട്ട് അവിടെ ഉണ്ടെങ്കിൽ ഞാൻ പറയാം. സ്റ്റേക്ക് കഴിക്കാനാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ഇറങ്ങി. സമയം 5 മണി കഴിഞ്ഞു. വേഗം കഴിച്ചിട്ട് തിരിച്ച് പോവാനുള്ളതാണ് വീട്ടിൽ. സിനിമ കൊള്ളായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. നല്ല രസമുണ്ട് കണ്ടിരിക്കാൻ. ഓക്കെ, അപ്പോൾ കാണാം. അപ്പോൾ നമ്മൾ സ്റ്റേക്ക് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ടിറ്റൂസ് ടെക്കേറിയ അവിടെയാണ് കേട്ടോ. നമ്മൾ സ്ഥിരം വരാറുള്ള സ്ഥലമാണ്. അപ്പോൾ എന്തായാലും സ്റ്റേക്ക് പറഞ്ഞിട്ടുണ്ട്, ഇനി അത് വന്നിട്ട് കഴിക്കാം. നല്ല സ്റ്റേക്കാണ് കേട്ടോ. നിങ്ങൾ ആരെങ്കിലും ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ കൊച്ചി വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ വരട്ടെ, എന്നിട്ട് കഴിക്കാം. കളർ ഇങ്ങനെ ഉണ്ട്, കുറച്ച് ഓവറായി, ഭയങ്കര ചുമപ്പായ പോലെ ഇപ്പം എനിക്ക് തോന്നുന്നു. അറിയില്ല, കണ്ടുകൊണ്ട് ശരിയാവുമായിരിക്കും. അപ്പോൾ സ്റ്റീക്ക് കട്ട് ചെയ്ത് റെഡി ആയിട്ടുണ്ട്. നമ്മളത് കഴിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റീക്ക് കഴിക്കട്ടെ, അത്രേ ഉള്ളൂ. ഇനി ഇത് കഴിഞ്ഞാൽ തിരിച്ച് വീട്ടിൽ പോയിരിക്കും. അപ്പം കഴിച്ചിട്ട് വരാം. അങ്ങനെ ഞാൻ എക്സൈറ്റഡ് ആയിട്ടാണ് സ്റ്റീക്ക് കഴിക്കാൻ വന്നതെങ്കിലും അന്നത്തെ സ്റ്റീക്ക് ഞങ്ങൾക്ക് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. സാധാരണ ഉള്ളൊരു ടേസ്റ്റ് ഞങ്ങൾക്ക് കിട്ടിയില്ല കേട്ടോ. എന്തായാലും നമ്മളത് കഴിച്ചിട്ട് അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ അതാണ് ഇന്നത്തെ ഒരു ദിവസം. അങ്ങനെ സ്റ്റേക്കും കഴിച്ച് നമ്മൾ തിരിച്ചു പോവാണ് കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ. പിന്നെ തിരിച്ച് വീട്ടിൽ പോവാണ്. ഇനി പ്രത്യേകിച്ചൊന്നും ഷൂട്ട് ചെയ്യുന്നില്ല. സോ ഭയങ്കര എനിക്ക് തന്നെ കാണുമ്പോൾ ലുക്കൊന്ന് മാറിയ പോലെ. നിങ്ങളുടെ കമൻസിലൂടെ പറ എങ്ങനെ ഉണ്ടെന്ന്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ആൻഡ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക. സോ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ. ടാ.